Hello everyone, welcome to Guideline Education. ഒരു സെഷനിൽ യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ ചാപ്റ്റർ 5 ഓർഗനൈസിങ് കോമ്പറ്റീഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൂർണമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ എന്താ ടൂർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കോമ്പറ്റീഷൻസ് ഇൻ എ ഗെയിം ഓർ സ്പോർട്സ്. ഒരു സ്പോർട്സിൽ അല്ലെങ്കിൽ ഒരു ഗെയിമിൽ നമ്മൾ സീരീസ് ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ കോമ്പറ്റീഷൻസ് ഒരു കോമ്പറ്റീഷൻ്റെ സീരീസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടൂർണമെൻറ്റ് എന്ന് പറയാം അല്ലേ. അത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേ ചെയ്യുക. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ടീമിലൊക്കെ ബെസ്റ്റ് പെർഫോമിങ് ടീം അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമിങ് ഇൻഡിവിജ്വലിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ കോമ്പറ്റീഷൻസിലേക്ക് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ടൂർണമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ടൈപ്പ് ഓഫ് ടൂർണമെൻറ്റ് നോക്കുകയാണെങ്കിൽ നോക്കൗട്ട് ഓർ എലിമിനേഷൻ ടൈപ്പ് ഉണ്ട്, ലീഗ് ഓർ റൗണ്ട് റോബിൻ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇനി ഈ രണ്ട് നോക്കൗട്ടിൻ്റെയും അതുപോലെ ലീഗിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്നതുണ്ട്. അതായത് 4 കോമ്പിനേഷൻ പോസിബിൾ ആണ് അല്ലേ. നോക്കൗട്ട് രീതിക്ക് കോമ്പിനേഷൻ പോസിബിളാണ്, നോക്കൗട്ടും ലീഗും തമ്മിൽ കോമ്പറ്റീഷൻ പോസിബിളാണ്, ലീഗും തമ്മിൽ കോമ്പറ്റീഷൻ പോസിബിളാണ്, അതുപോലെ ലീഗും നോക്കൗട്ടും തമ്മിൽ, അങ്ങനെ 4 കോമ്പിനേഷൻസ് പോസിബിളാണ്. അതുപോലെ ചലഞ്ച് ടൂർണമെൻറ്റും ഉണ്ട്. ഓക്കെ, ഇനി ചലഞ്ച് ടൂർണമെൻ്റ് ആണെങ്കിൽ ലാഡർ ടൂർണമെൻറ്റ് അതുപോലെ പിരമിഡ് ടൂർണമെൻ്റ് ഉണ്ട്. ഓരോ ടൈപ്പിനും അതിൻ്റേതായിട്ടുള്ള സബ് ടൈപ്പുകളുണ്ട്. അത് ഓരോ ഡിഫറെൻറ്റ് ലെവലിലും ഫോമാറ്റിലും ആണ് അത് എന്ത് ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കൗട്ട് ടൂർണമെൻറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് എലിമിനേഷൻ ടൂർണമെൻറ്റ് അല്ലേ. നോക്കൗട്ട് ടൂർണമെൻറ്റിൽ നമ്മൾ ഒരു ടീം എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. അതായത് ഒരു കളി, അതായത് ഒരു മാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്തു, ആ കണ്ടക്ട് ചെയ്തിൽ ഒരു ടീം ഫെയിൽഡ് ആവുമല്ലോ, ആ ടീമിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ആക്കും. ഓക്കെ, ആ ഒരു ഫോർമാറ്റാണ് നോക്കൗട്ട് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് വിന്നേഴ്സ് മാത്രമേ അടുത്ത ലെവലിലോട്ട് പോവുള്ളൂ. അതായത് ഓൾറെഡി ഫെയിൽഡ് ആയിട്ടുള്ള ടീമിന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ കൊടുക്കില്ല. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ടൈമും ബഡ്ജറ്റും ഒക്കെ ലിമിറ്റഡ് ആവുന്ന കേസിലാണ് നോക്കൗട്ട് ടൂർണമെൻറ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതിൽ നമ്പർ ഓഫ് മാച്ച്, അതായത് എത്ര മാച്ചുകൾ കണ്ടക്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ടീംസിൽ നിന്നും 1 റെഡ്യൂസ് ചെയ്താൽ n-1 എന്നുള്ള ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് മാച്ചസ് കാണാം. ഫിക്സ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യുമ്പോൾ ബൈസ് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാം. ഓക്കെ, അത് ബൈസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈച്ച് ടൈപ്പ് സ്യൂട്ട് ഡിഫറെൻറ്റ് ടൈം ലിമിറ്റ് ലെവൽസ് ആൻഡ് ഫെസിലിറ്റീസ്. ഓരോ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ടൈമിൻ്റെ അവൈലബിലിറ്റി അതുപോലെ ലെവൽസ് ഫെസിലിറ്റീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ടൂർണമെൻറ്റിൻ്റെ ടൈപ്പും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. കോമ്പിനേഷൻ അല്ലെങ്കിൽ ചലഞ്ച് ടൂർണമെൻറ്റൊക്കെ അതിന് ഒരുപാട് സബ് ടൈപ്പുകളുണ്ട്. ഓക്കെ, ഓരോ ടൂർണമെൻറ്റിൻ്റെയും പർപ്പസിനെ അനുസരിച്ചും അതുപോലെ റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഏത് ടൈപ്പാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓർഗനൈസേഴ്സിന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സബ് ടൈപ്പ് നോക്കാം. ഓരോ ടൂർണമെൻറ്റിൻ്റെയും സബ് ടൈപ്പുകളെ കുറിച്ച് നോക്കാം. നോക്കൗട്ട് ടൈപ്പിലാണെങ്കിൽ സിംഗിൾ നോക്കൗട്ട് അല്ലെങ്കിൽ സിംഗിൾ എലിമിനേഷൻ ടൂർണമെൻ്റ് ഉണ്ട്, കൺസലേഷൻ ടൂർണമെൻ്റ് ഉണ്ട്, ഡബിൾ നോക്കൗട്ട് അല്ലെങ്കിൽ ഡബിൾ എലിമിനേഷൻ ടൂർണമെൻ്റ് ഉണ്ട്, ബെഗ്നൽ വൈൽഡ് എലിമിനേഷൻ ടൂർണമെൻറ്റും ഉണ്ട്. ഇനി ലീഗ് ടൈപ്പിലാണെങ്കിൽ സിംഗിൾ ലീഗ്, ഡബിൾ ലീഗ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റിൽ എങ്ങനെയാണ് ഫിക്സ്ചേഴ്സ് വരക്കുക എന്നുള്ളത് നോക്കാം. ഫിക്സ്ചേഴ്സ് മീൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ ടീം വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കളിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റിൽ ഫിക്സ്ചേഴ്സ് വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫിക്സ്ചേഴ്സ് വരച്ചിട്ട് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റിലാണ് എന്താ പ്രശ്നം, 1 ടീം ഈസ് ഡിഫീറ്റഡ് ആർ എലിമിനേറ്റഡ് ആൻഡ് നോട്ട് ഗിവൺ അനദർ ചാൻസ് ടു പ്ലേ. അതായത് ഫെയിൽഡ് ആയിട്ടുള്ള ടീമിന് പിന്നീട് ഒരു പ്ലേക്കുള്ള ഒരു ചാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ആ ഒരു ഫോർമാറ്റിൽ ടോട്ടൽ മാച്ചസ് നമ്മൾ കാണാം n-1 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ടീമിൻ്റെ എണ്ണം ഈവൻ ആകുമ്പം നമ്പർ ഓഫ് മാച്ചസ് നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ആൻഡ് ലോവർ ഹാഫിൽ ടോട്ടൽ മാച്ചസിനെ n/2 എന്നുള്ള ഫോർമാറ്റിൽ ചെയ്യും. ഓക്കെ, ഫിക്സ്ചേഴ്സ് വരയ്ക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആകും, നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഫിക്സ്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ക്ലിയർ ആകും. അതായത് ഈവൻ നമ്പേഴ്സാണ്
ടീം എന്നുണ്ടെങ്കിൽ, അതായത് 8 ഒക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ഹാഫിലും 4 ടീംസ് കളിക്കും, ലോവർ ഹാഫിൽ 4 ടീംസ്. ആ ഒരു ലെവലിൽ n/2 എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ടീംസ്, ടോട്ടൽ നമ്പർ ഓഫ് ടീംസിനെ 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി ഓഡ് നമ്പർ ഓഫ് ടീം ആണെന്നുണ്ടെങ്കിൽ അപ്പർ ഹാഫിൽ നമ്മൾ n+1/2 എന്നുള്ള രീതിക്ക് കൊടുക്കും. അതുപോലെ ലോവർ ഹാഫിൽ നമ്മൾ n-1/2 എന്നുള്ള രീതിക്ക് കൊടുക്കും. ഓക്കെ, 1 സെക്കൻഡ്. ആ ഒരു ഫോർമാറ്റിലാണ് കൊടുക്കുക. അതുപോലെ നമ്പർ ഓഫ് ബൈസ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബൈസ് എന്താണ്, ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബൈസ് ഇൻ അപ്പർ ആൻഡ് ലോവർ ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൈസ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓടാണെന്നുണ്ടെങ്കിൽ ലോവർ ഹാഫിൽ നമ്പർ ഓഫ് ബൈസ് n+1/2ഉം അപ്പർ ഹാഫിൽ n-nb നമ്പർ ഓഫ് ബൈസ് -1/2. ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബൈസ് ഇൻ നോക്കൗട്ട് ടൂർണമെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. ബൈസ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് വെൻ ദ നമ്പർ ഓഫ് ടീംസ് ഈസ് നോട്ട് എ പവർ ഓഫ് 2. നമ്പർ ഓഫ് ടീം 2ൻ്റെ പവർ അല്ലാത്ത കേസസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, ബൈസ് കൊടുക്കുക. ഇഫ് ദ നമ്പർ ഓഫ് ടീംസ് പാർട്ടിസിപ്പേറ്റിംഗ് ഈസ് നോട്ട് എ പവർ ഓഫ് 2, ദെൻ ദ നമ്പർ ഓഫ് ബൈസ് എങ്ങനെയാണ് കാണുക, നെക്സ്റ്റ് ലെവലിലുള്ള ഹയസ്റ്റ് പവർ നോക്കൂ, 2ൻ്റെ മൈനസ് ആക്ച്വൽ നമ്പർ ഓഫ് ടീം കോമ്പറ്റീവ് നോക്കും. അത് എത്രയാണോ കിട്ടുന്നത്, അതായത് നെക്സ്റ്റ് ഹയർ ലെവൽ 2ൻ്റെ ഹയർ ലെവൽ വരുന്നത് മൈനസ് ആക്ച്വൽ നമ്പർ ഓഫ് ടീംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബൈസ് കിട്ടും. ഓക്കെ, ബൈസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ടീമിന് ഫസ്റ്റ് റൗണ്ട് കളിക്കാതെ അടുത്ത ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ബൈസ് ആകുമ്പോൾ. ഓക്കെ, ബൈ കൊടുക്കുന്ന ടീം ഏതാണോ അവർ ആ ഒരു ലെവലിൽ കളിക്കേണ്ട, അടുത്ത ലെവലിലാണ് അവർക്ക് എന്ത് ചെയ്യുക, കളിക്കേണ്ടി വരിക. ഓക്കെ, ഈവൺ നമ്പർ ഓഫ് ബൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ആൻഡ് ലോവർ ഹാഫിൽ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ലോവർ ഹാഫിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. നമ്മളിവിടെ കണ്ടില്ലേ, നമ്പർ ഓഫ് ബൈസ് ഇൻ ദ ലോവർ ഹാഫ് nb+1/2 ആണ്. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് വരിക. ഓക്കെ, ലോവർ ഹാഫിലായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ലോഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ടീമാണ് ബൈ കൊടുക്കേണ്ടതെന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഫിക്സ്ചേഴ്സ് വരക്കുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്പർ ഓഫ് ടീം 16നെക്കാട്ടും <16 ആകുമ്പോൾ <16ഉം അതുപോലെ 2ൻ്റെ പവർ ആകുമ്പോൾ എങ്ങനെയാണ് ഫിക്സ്ചർ വരക്കാന്ന് നോക്കാം. 2ൻ്റെ പവർ ആകുമ്പോൾ എന്താ പ്രത്യേകത, അതിന് ബൈസ് ഇല്ല. ഓക്കെ, 2ൻ്റെ പവർ ആണെങ്കിൽ നമുക്ക് എന്തില്ല, ബൈ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടീംസ് 8 ആണ് വന്നത്. 8നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 × 2, 2 × 2 4, 4 × 2 8, 2:3 ആണ് എന്ത്, 8 അല്ലേ. അപ്പോൾ 8 എന്താണ്, 2ൻ്റെ പവറാണ്, 2:3 ആണ് 8. അതുകൊണ്ട് 8 2ൻ്റെ പവറാണ്. അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ബൈസ് ഇല്ല. അങ്ങനെയുള്ള കേസുകളിൽ പിന്നെ എന്താണ്, 8 എന്ന് പറഞ്ഞത് ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടീമിനെ n/2 എന്നുള്ള രീതിക്ക് ലോവർ ഹാഫിലും അപ്പർ ഹാഫിലും നമ്മൾ ചെയ്യും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് A to H വരെയുള്ള ടീമുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോ ടീമിനെയും ലോട്ട് എടുക്കും. ലോട്ട് ഇടുമ്പോൾ ഓരോ ടീമിനും ഓരോ നമ്പേഴ്സ് കിട്ടും. ഇപ്പോൾ B എന്ന് പറഞ്ഞ ടീമിന് ഫസ്റ്റ് 1 എന്നുള്ള നമ്പറാണ് കിട്ടിയത്. അങ്ങനെ ലോട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ടീമിനും ഓരോ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, 1 2 3 4 5 6 7 8 എന്നുള്ള നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. ഓരോ അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്തും കൊടുത്തിട്ടുണ്ട്, എന്താണ് അതിൻ്റെ നെയിം, ഏത് ഗ്രൂപ്പിനാണ് ഫസ്റ്റ് എന്നുള്ളത് കിട്ടിയതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് 2 ലോട്ടുകൾ കിട്ടിയിട്ടുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലേ ചെയ്യും. അതിൽ ആരാണോ വിൻ ചെയ്തത് അവർ മാത്രം നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് മാച്ച് 1 എങ്ങനെയാണ്, 1ഉം 2ഉം തമ്മിൽ, മാച്ച് 2 3ഉം 4ഉം തമ്മിൽ, മാച്ച് 4 5ഉം 6ഉം തമ്മിൽ, മാച്ച് 3 5ഉം 6ഉം തമ്മിൽ, മാച്ച് 4 7ഉം 8ഉം തമ്മിൽ. അതിൽ നിന്നൊക്കെ ജയിച്ചിട്ടുള്ള ടീമുകളാണ് റൗണ്ട് 2ലോട്ട് വന്നത്. എലിമിനേറ്റ് ആവില്ലേ, ആരാണോ ഫീൽഡ് ആയത് അവരെന്ത് ചെയ്യും, എലിമിനേറ്റഡ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഏതൊക്കെ ടീമാണ് വരുന്നത്, ഫസ്റ്റ് 2 ടീമുകൾ തമ്മിൽ മാച്ചിൽ ആരാണോ ജയിച്ചത് അവരാണ് നെക്സ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് മാച്ചിൽ വരുന്നത് അല്ലേ.
അവരും അതുപോലെ തേർഡ് ഫോർത്ത് ടീം തമ്മിലുള്ള മാച്ചിൽ ജയിച്ച ആളുമാണ് എന്ത് ചെയ്യുന്നത് റൗണ്ട് 2-ൽ മാച്ചിൽ വരുന്നത്. ഓക്കെ, ഈ 2 ടീംസിലും ജയിച്ചത് ആരാണോ അവരെന്ത് ചെയ്യും റൗണ്ട് 3-ൽ മാച്ചിൽ വരും. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ബൈസ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ടീം പവർ ഓഫ് 2 അല്ല എങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് ബൈസ് കൊടുക്കണം അല്ലേ. പവർ ഓഫ് 2 ആണോന്ന് ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് 10 ടീംസ് കോമ്പീറ്റ് ചെയ്യുന്നതാണ്. 10 ടീംസ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം 2:3 8 ആണ്. 2:4 എത്രയാണ് വരുന്നത്? 2 × 2 2 4 4 × 2 8 8 × 2 16 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്തല്ല 10 2ൻ്റെ പവർ അല്ല. അപ്പോൾ നമ്മൾ ബൈസ് കൊടുക്കണം. നമ്പർ ഓഫ് ബൈസ് നമ്മൾ എങ്ങനെയാണ് കാണുക? നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് 2 അല്ലേ. നെക്സ്റ്റ് ഹയർ ലെവൽ ഏതാ വരുന്നത്? 2:4 ആണ് വരുന്നത് അല്ലേ. 10 കഴിഞ്ഞിട്ടുള്ള 2ൻ്റെ പവർ വരുന്നത് 2:4 ആണ്. 2:4 16. അപ്പോൾ 16 - 10 നമ്പർ ഓഫ് ടീംസ് 10 ആണ്. 16 - 10 6 ബൈസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബൈസ് ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ബൈസിനെ ലോവർ ഹാഫിലും അപ്പർ ഹാഫിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ലോവർ ഹാഫിൽ 3 ബൈസ് കൊടുക്കുക, അപ്പർ ഹാഫിൽ 3 ബൈസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ടീംസ് എഴുതിയിട്ടുണ്ട്. ബൈസ് നമുക്ക് ലോവർ ഹാഫിൽ 3ഉം അപ്പർ ഹാഫിൽ 3ഉം കൊടുക്കണം. അതിൽ ലോവർ ഹാഫിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ബൈ നമ്മൾ ഏറ്റവും ബോട്ടത്തിൽ ബോട്ടം ഓഫ് ദ ലോവർ ഹാഫിലാണ് കൊടുക്കുക. ഏറ്റവും താഴെയുള്ള ടീമിൻ്റെ ലോവർ ഹാഫിൽ തന്നെ ഏറ്റവും താഴെയുള്ള ടീം ബോട്ടം. അതായത് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10th ടീമിനാണ് ഫസ്റ്റ് ബൈ കൊടുക്കുക. സെക്കൻഡ് ബൈ നമ്മൾ കൊടുക്കുക ടോപ്പ് ഓഫ് ദ അപ്പർ ഹാഫാണ്. അപ്പർ ഹാഫ് എടുക്കുക. അപ്പർ ഹാഫിൻ്റെ ഏറ്റവും ടോപ്പിൽ ആരാ? ഫസ്റ്റ് ടീമില്ലേ. അപ്പോൾ അതാണ് സെക്കൻഡ് ബൈ ആയിട്ട് വരിക. ഓക്കെ, ആ ടീമിന് ഫസ്റ്റ് റൗണ്ട് കളിക്കേണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത് ബൈ കൊണ്ട്. ഇനി തേർഡ് ബൈ ആർക്കാ കൊടുക്കുക? തേർഡ് ബൈ നമ്മൾ ടോപ്പ് ഓഫ് ദ ബോട്ടം ഹാഫ് ലോവർ ഹാഫ്, അതായത് ലോവർ ഹാഫ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ടോപ്പ് ടീം ഏതാ? 6th ടീം അല്ലേ. അതാണ് ബൈ 3 ആയിട്ട് വരിക. ഇനി ഫോർത്ത് ബൈ നമ്മൾ ആർക്കാ കൊടുക്കുക? നെക്സ്റ്റ് ബോട്ടം ഓഫ് ദ അപ്പർ ഹാഫ്. ആ ഒരു ഫോർമാറ്റിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർക്ക് കൊടുക്കും? നെക്സ്റ്റ് ബോട്ടം ഓഫ് ദ ലോവർ ഹാഫിന് കൊടുക്കും അല്ലേ. അതായത് 9th ടീമിന് നമ്മൾ നെക്സ്റ്റ് ബൈ കൊടുക്കും. അങ്ങനെ ടോട്ടൽ 6 ബൈ ഉണ്ട്. അത് ലോവർ ഹാഫിൽ 3 അപ്പർ ഹാഫിൽ 3 ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ ഫസ്റ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ആരൊക്കെ തമ്മിലാണ് മാച്ച് ഉള്ളത്? ഫസ്റ്റ് ടീമും സെക്കൻഡ് ടീമും ബൈ ടീമാണ് അല്ലേ. അതെന്ത് ചെയ്യും? അവർ തമ്മിൽ മാച്ചില്ല ഫസ്റ്റ് റൗണ്ടിൽ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ മാച്ചുള്ളത് ആയിരിക്കുക? തേർഡ് ടീമും ഫോർത്ത് ടീമും തമ്മിൽ മാച്ച് ഉണ്ട്. അതിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആൾ റൗണ്ട് 2-ൽ വരും. ഓക്കെ, അതുപോലെ 5th ടീമും ബൈ ടീമാണ്. ഡയറക്റ്റ്ലി സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുന്ന ടീമാണ്. അപ്പോൾ അവിടെ മാച്ചില്ല 5th ടീമിന്. 6th ടീമും ബൈ ടീമാണ്. ഡയറക്റ്റ്ലി സെക്കൻഡ് റൗണ്ടിലോട്ട് പോകും. 7th and 8th ടീമുകൾ തമ്മിൽ മാച്ച് ഉണ്ട്. അവർ തമ്മിൽ ജയിച്ച ടീം ആരാണോ അവർ റൗണ്ട് 2-ലോട്ട് പോകും. 9th and 10th ടീം എന്താണ്? ബൈസ് ആണ് അല്ലേ. അവരെന്ത് ചെയ്യും? സെക്കൻഡ് റൗണ്ടിൽ ആണ് എന്ത് ചെയ്യുക? പ്ലേ ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ എത്തുമ്പോൾ ഫസ്റ്റ് 2 ടീമുകളിൽ വന്നിട്ടുള്ള അതായത് ഫസ്റ്റ് 2 ടീമുകൾ തമ്മിൽ സെക്കൻഡ് റൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? മാച്ച് നടക്കുന്നത്. അതിൽ നിന്നും ജയിച്ച ടീം എന്ത് ചെയ്യും? തേർഡ് റൗണ്ടിലോട്ട് പോകും. അതുപോലെ തന്നെ എന്താ തേർഡ് ഫോർത്ത് ടീമുകൾ തമ്മിൽ ഫസ്റ്റ് റൗണ്ടിലും മാച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടീം ജയിച്ചിട്ടുണ്ട്. അവരും എന്ത് ചെയ്യും? സെക്കൻഡ് റൗണ്ടിൽ വരും. അതുപോലെ എന്താ ഫോർത്ത് ടീം അവരും ആരായിട്ടാണ് വരിക? ഫോർത്ത് ബൈയുമായിട്ട് സെക്കൻഡ് റൗണ്ടിൽ മാച്ച് ഉണ്ടായിരിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ആരൊക്കെ തമ്മിലാണ് മാച്ച് വരിക? ഫസ്റ്റ് 2 ടീമുകൾ തമ്മിലും അതുപോലെ തേർഡ് ഫോർത്ത് ടീമിൽ വിന്നറായ ടീമും 5th ടീമും തമ്മിലാണ് സെക്കൻഡ് റൗണ്ടിൽ മാച്ച് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ മാച്ചിൽ ആരാണോ വിൻ ചെയ്തത്, ഈ 2 ടീംസ് അപ്പർ ഹാഫിൻ്റെ കേസാണ് പറയുന്നത്, ഈ 2 ടീമിൽ ആരാണോ വിൻ ചെയ്തത് അവർ തമ്മിൽ തേർഡ് റൗണ്ടിൽ മാച്ച് ഉണ്ടായിരിക്കും. അതിൽ ജയിച്ച ആൾ ഫോർത്ത് റൗണ്ടിലോട്ട് പോകും. ലോവർ ഹാഫിലും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നടക്കും. 6th ടീമും 7th and 8th ടീമും മാച്ചിൽ ജയിച്ച വിന്നറും തമ്മിൽ എന്ത് ചെയ്യും? സെക്കൻഡ് റൗണ്ടിൽ മാച്ച് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 9th and 10th ടീം തമ്മിലും സെക്കൻഡ് റൗണ്ടിൽ മാച്ച് ഉണ്ടായിരിക്കും. 9th and 10th ടീമിൽ ജയിച്ച ടീമും അതുപോലെ 6th, 7th and 8th ടീമിൽ വിൻ ചെയ്ത ടീമും തമ്മിലല്ലേ മാച്ച് സെക്കൻഡ് റൗണ്ടിൽ മാച്ച് നടന്നത്. അവർ തമ്മിലും മാച്ച് കണ്ടക്ട് ചെയ്തിട്ട് റൗണ്ട് 3-ലെത്തും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ഫൈനലി നമുക്കൊരു വിന്നറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ഫോമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ വിന്നർ നമുക്ക്
സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. എത്രത്തോളം ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം മാക്സിമം നോക്കുക. പറ്റുന്നില്ലെങ്കിൽ പറയാം, ഞാൻ എന്ത് ചെയ്യാം, നോർമലി ഫിക്സ്ചർ വരക്കുന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി സിംഗിൾ നോക്കൗട്ടിൻ്റെ മെറിറ്റും അതുപോലെ ഡിമെറിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ലീഗ് ഓർ റൗണ്ട് റോബിൻ ടൂർണമെൻ്റ് ആണ്. അതിൽ നമുക്ക് സൈക്ലിക് മെത്തേഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ടാബുലാർ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെയർ കേസ് മെത്തേഡ് ഉണ്ട്. ഓരോന്നും നോക്കാം കേട്ടോ. ഇപ്പം നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ടീമും എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ടീംസുകളൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മോസ്റ്റ് ഫെയർ ആയിട്ടുള്ള ടൂർണമെൻ്റ് ആണെന്ന് പറയാം അല്ലേ. അതായത് ഇപ്പോൾ ഒരു 3 ടീമുകൾ ഉണ്ടെങ്കിൽ ആ 3 ടീമുകളും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം മാച്ചിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എല്ലാ ടീംസുകളും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടീമുകളും ആയിട്ടുള്ള ഒരു പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഫെയർ ആയിട്ടുള്ള ടൂർണമെൻ്റ് ആണെന്ന് പറയാം അല്ലേ. നമ്പർ ഓഫ് മാച്ചസ് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എത്ര മാച്ചസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. n×n-1/2 എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് 4 ടീംസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ 4×3/2, 4×3 എന്ന് വരുമ്പോൾ 4, 8, 12, 12/2, 6 എന്നുള്ള ഫോർമാറ്റിൽ 6 മാച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എത്ര മാച്ചാണ് ആ ഒരു ടൂർണമെൻറ്റിൽ വരേണ്ടത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് n×n-1/2. ഓക്കെ, 3 രീതിക്ക് നമുക്കതിൻ്റെ ഫിക്സ്ചേഴ്സ് വരക്കാം. സൈക്ലിക് മെത്തേഡ് ഉണ്ട്, ടാബുലാർ മെത്തേഡ് ഉണ്ട്, സ്റ്റെയർ കേസ് മെത്തേഡ് ഉണ്ട്. ഓരോ മെത്തേഡ്സുകളും നോക്കാം കേട്ടോ. സൈക്ലിക് മെത്തേഡിലാണെങ്കിൽ ഈവൺ നമ്പർ ഓഫ് ടീംസ് ആണെങ്കിൽ n-1 റൗണ്ട്സ് ഉണ്ടായിരിക്കും, ഓഡ് നമ്പർ ഓഫ് ടീംസ് ആണെങ്കിൽ n റൗണ്ട്സ് ഉണ്ടായിരിക്കും. ടീം 1 എന്ന് പറഞ്ഞത് അതിൽ ഫിക്സ്ഡ് ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ടീംസിൻ്റെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നിർത്തും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലേ. എന്താ പറഞ്ഞത്, ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഈവൺ ടീംസ് ആണെങ്കിൽ n-1 റൗണ്ട്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മാച്ചസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. n×n-1/2 28 മാച്ചസ് ഉണ്ടായിരിക്കും. 8 നമ്പർ, ഈവൻ നമ്പർ ഓഫ് ടീംസ് 8 ആകുമ്പോൾ. ഇനി നമ്പർ ഓഫ് റൗണ്ട്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, n-1 7 റൗണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിക്സ്ചേഴ്സ് വരയ്ക്കുക, 7 കോളംസ് വരയ്ക്കുക. ഫസ്റ്റ് റൗണ്ട്, അതായത് എത്ര റൗണ്ട്സ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളംസ് വരയ്ക്കുന്നത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, ഫിഫ്ത്ത് റൗണ്ട്, സിക്സ്ത് റൗണ്ട്, 7th റൗണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, 7 കോളംസ് വരയ്ക്കുക. 1 എന്നുള്ള നമ്പറിനെ നമ്മൾ ഫിക്സ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ നോക്കിയേ, ആ ഒരു കോളം മാത്രം കൺസിഡർ ചെയ്യുക കേട്ടോ. ഈ ഒരു കോളം മാത്രം കൺസിഡർ ചെയ്യുക, ഫസ്റ്റ് റൗണ്ട് എന്നുള്ള കോളം മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അതിൽ 1 എന്നുള്ള നമ്പറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, 1നെ അവിടെ തന്നെ കെപ്റ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലും 1ൻ്റെ പ്ലേസ് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. 2 മുതലാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 ഫസ്റ്റ് റൗണ്ടിൽ 2ൻ്റെ പ്ലേസ് സെക്കൻഡ് പ്ലേസ് ആണല്ലേ, അത് തേർഡ് പ്ലേസിലോട്ട് വന്നിട്ടുണ്ടാകും. 3ൻ്റെ പ്ലേസ് ഫസ്റ്റ് റൗണ്ടിൽ തേർഡ് പ്ലേസ് ആണല്ലേ, അത് ഫോർത്ത് റൗണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം എന്താ, 2 നിൽക്കുന്ന തേർഡ് പ്ലേസിൽ, 3 നിൽക്കുന്ന ഫോർത്ത് പ്ലേസിൽ, 4 നിൽക്കുന്ന ഫിഫ്ത്ത് പ്ലേസിൽ, 5 നിൽക്കുന്ന 6th പ്ലേസിൽ, 6 നിൽക്കുന്നത് 7th പ്ലേസിൽ, 7 നിൽക്കുന്നത് 8th പ്ലേസിൽ. അപ്പോൾ 8ന് ഒരു പ്ലേസ് വേണം അല്ലേ. അപ്പോൾ ആ 8 എന്ത് ചെയ്തിട്ടുണ്ടാവും, റൊട്ടേറ്റ് ചെയ്തിട്ട് 2ൻ്റെ പ്ലേസിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് 1നെ മാത്രം നമ്മളവിടെ ഫിക്സ് ആക്കി വെക്കുക, ബാക്കിയുള്ളതിനെ നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇനി തേർഡ് റൗണ്ട് ആകുമ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും, 2 4th പ്ലേസിൽ എത്തിയിട്ടുണ്ടാകും. ഫസ്റ്റ് പ്ലേസ് അതുപോലെ നമ്മൾ കെപ്റ്റ് ചെയ്യണം. പിന്നെന്താ, ബാക്കിയുള്ളത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പ്ലേസിലെ 8th അല്ലേ സെക്കൻഡ് പാർട്ടിൽ വന്നത്, വീണ്ടും തേർഡ് പ്ലേസിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 7th റൗണ്ടിലെത്തുമ്പോൾ നമ്മൾ എങ്ങനെയായിട്ടുണ്ടാവും, ഫസ്റ്റ് 1, 3, 4, 5, 6, 7, 8, 2 ആ ഒരു ഫോർമാറ്റിലായിട്ടുണ്ടാവും 7th പ്ലേസിൽ. ഇനി വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, 2, 3 ഉള്ള സ്ഥലത്ത് എത്തും അല്ലേ, അതായത് സെക്കൻഡ് പ്ലേസിലോട്ട് 2 എത്തും. അപ്പോൾ അതന്നെയല്ലേ ഫസ്റ്റ് റൗണ്ടിൽ സംഭവിച്ചേ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 7th റൗണ്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓഡ് നമ്പറാണെന്ന് വിചാരിക്കുക തന്നിട്ടുള്ളത്. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ബൈസ് ഉണ്ടായിരിക്കും അല്ലേ. നമ്പർ ഓഫ് മാച്ചസ് നമ്മൾ കാണാം, n×n-1/2 20 മാച്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് മാച്ചസ് വരിക,
ഫസ്റ്റ് മാച്ച് 8th ടീമും ഫസ്റ്റ് ടീമും തമ്മിൽ, സെക്കൻഡ് മാച്ച് 7th ടീമും സെക്കൻഡ് ടീമും തമ്മിൽ, തേർഡ് 6 തേർഡ് ടീം തമ്മിൽ. അങ്ങനെ എത്ര മാച്ചസ് ഉണ്ടായിരിക്കും നോക്കിയേ. ഒരു കോളത്തിൽ തന്നെ 4 മാച്ചസ് ഉണ്ട്. അങ്ങനെ എത്ര കോളുണ്ട്? 4, 8, 12, അങ്ങനെ ടോട്ടൽ 28 മാച്ചസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ എത്ര മാച്ചസാണ് വേണ്ടത്? 20 മാച്ചസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് വരുന്നത് 5th റൗണ്ടാണ് വരുന്നത്. 5th റൗണ്ടിൽ ഇപ്പോൾ എന്തുണ്ടായിരിക്കും? ഒരു ബൈ ഉണ്ടായിരിക്കും. ആ ബൈനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കെപ്റ്റ് ചെയ്യുന്നത്. ബൈനെയാണ് നമ്മൾ കെപ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത് കേട്ടോ. ഇനി ടാബുലാർ മെത്തേഡ് നോക്കുക. ടാബുലാർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോളംസ് ഉണ്ടായിരിക്കും. അതായത് ഒരു ടാബിൾ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടാബുലാർ കോളം വരക്കും. അതിൽ നമ്മൾ ഈവൺ നമ്പേഴ്സ് ഓഫ് ടീംസ് ഉണ്ടെങ്കിൽ നമ്മൾ ടാബുലാർ കോളം വേണ്ടത് n+1 നമ്പറാണ്. അതായത് അതിൽ ബൈ വേണ്ട, നമ്പർ ഓഫ് റൗണ്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുക n-1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ഓഡ് നമ്പർ ഓഫ് ടീംസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ n+2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് കാണുക. അതിൽ ബൈ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടാബുലാർ കോളം വരക്കും. അതിലെന്ത് ചെയ്യും? ABCDEF എന്നുള്ള രീതി. ഓക്കെ, ഫസ്റ്റ് ഒരു ടാബുലർ കോളം വരക്കും. പിന്നെ അതിന് നമ്മളൊരു ഡയഗണൽ വരക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയഗണൽ കട്ട് ചെയ്ത് പോകുന്ന സ്ക്വയേഴ്സിലൊന്നും നമ്മൾ ഒന്നും എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കോളത്തിനെ നമ്മൾ ഒഴിച്ചിടണം, ഡയഗണൽ കട്ട് ചെയ്ത് പോകുന്ന സ്ക്വയേഴ്സിനെ. പിന്നെ ബാലൻസ് ഉള്ള സ്ക്വയറിൽ കോളം വൈസും റോ വൈസിലും നമ്മൾ ടീമിൻ്റെ നെയിം എഴുതും ഫസ്റ്റ് കോളത്തിൽ. ഓക്കെ, ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിൽ. അപ്പോൾ ABCDEF സ്ട്രെയിറ്റ് ആയിട്ടും ഡൗൺവേർഡ് ആയിട്ടും നമ്മൾ എഴുതും. ഇനി നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് എന്ത് ചെയ്യുക? നമ്മൾ നമ്പർ ഓഫ് ടീംസ് എഴുതുക. അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓർഡറിൽ എഴുതുക. 1 2 3 4 5 എന്നുള്ള ഓർഡറിൽ എഴുതുക. ഓക്കെ, 1 2 3 4 5 എന്ന് എഴുതുക. C എന്ന് പറഞ്ഞാൽ ആ ടീമിൻ്റെ നേരെ താഴെ ഇനി സെക്കൻഡ് ടീം റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതുക. ഓക്കെ, സെക്കൻഡ് ടീം റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതുമ്പോൾ സെക്കൻഡ് ടീമിൻ്റെ താഴെ ആരാ വരിക? തേർഡ് ടീം വരും അല്ലേ. D എന്ന് പറഞ്ഞ കോളത്തിൽ തേർഡ് കഴിഞ്ഞാൽ പിന്നെ 4 5 എന്ന് വരും. E എന്ന് പറഞ്ഞ കോളത്തിൽ 4 കഴിഞ്ഞാൽ 5 വരും. പിന്നെ 5 ടീമാണ് ടോട്ടൽ ഉള്ളത്. പിന്നെ റിപ്പീറ്റ് ചെയ്യുക 1 2 എന്നുള്ള ടീം റിപ്പീറ്റ് ചെയ്യും. ഇനി താഴെ ഒരു സ്ക്വയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ താഴെ 3 എന്ന് എഴുതിയിരുന്നു. ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് 2 വെച്ചിട്ട് നമ്മൾ നിർത്തും അല്ലേ. ലാസ്റ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് നമ്മൾ 5 എന്നുള്ളതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാലൻസിലുള്ള ഈവൺ നമ്പേഴ്സിനെ നമ്മൾ ഫസ്റ്റ് എഴുതണം. ഓക്കെ, 5 വരെയുള്ളതിൽ ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ് വരുന്നത് അല്ലേ. അത് രണ്ടും അവിടെ താഴെ എഴുതണം. പിന്നെ ഓഡ് നമ്പേഴ്സാണ് വരിക. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 3 അല്ലേ. അപ്പോൾ 1 3 താഴെ എഴുതും. ആ ഒരു ഫോർമാറ്റിലാണ് ലാസ്റ്റ് കോളം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഫിക്സ്റ്റേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഫസ്റ്റ് റൗണ്ടിൽ ആരൊക്കെയാണ് വരിക? ഫസ്റ്റ് 1 എന്ന് വന്ന കോളംസിൽ വരുന്നത് ആളുകളൊക്കെ എന്ത് ചെയ്യും? ഫസ്റ്റ് റൗണ്ടിൽ വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ A ടീമും B ടീമും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് റൗണ്ടിൽ മാച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞ ടീമും E എന്ന് പറഞ്ഞ ടീമും ഫസ്റ്റ് റൗണ്ടിൽ മാച്ച് വരും. അതുപോലെ D എന്ന് പറഞ്ഞ ടീമും F എന്ന് പറഞ്ഞ ടീമും ഫസ്റ്റ് റൗണ്ടിൽ മാച്ച് വരും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മാച്ചസ് ഈ ഒരു ഫോർമാറ്റ് ത്രൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ 2 നോക്കാം. ഇൻ കേസ് നമ്പർ ഓഫ് ടീംസ് ഓഡ് നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് കോളം ബൈ ടീമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അതായത് നമ്മളെല്ലതും സെയിം രീതിക്ക് ചെയ്താൽ F എന്നുള്ള ടീമിന് പകരം നമ്മൾ ബൈ എന്നുള്ള ടീമായി ബൈ ആയിരിക്കും. അവർ ഡയറക്റ്റ്ലി അടുത്ത മാച്ചിലോട്ട് പോവാണ് ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റെയർ കേസ് മെത്തേഡ് നോക്കാം. സ്റ്റെയർ കേസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ്റ്റേഴ്സ് ഡ്രോൺ ചെയ്യുന്നത് ഒരു സ്റ്റെയർ കേസ് ഫോർമാറ്റിലാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സ്റ്റേഴ്സ് ഡ്രോ ചെയ്യുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടീം ഫിക്സ്ഡ് ആയിരിക്കും, റൈറ്റ് സൈഡിലുള്ള ടീമാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. 1 2 1 3 1 4 1 5 1 6 1 7 1 8 ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത് അല്ലേ. അതായത് ഫസ്റ്റ് ടീം ബാക്കിയുള്ള എല്ലാ ടീംസുമായിട്ട് മാച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കോളം ശ്രദ്ധിക്കുക. സെക്കൻഡ് കോളത്തിൽ എന്താ 2 1 എന്നാണ് വരേണ്ടത്. അത് വന്നില്ല. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് കോളത്തിൽ 1 2 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടീമും 2ഉം സെക്കൻഡ് ടീമും തമ്മിലുള്ള മാച്ച് ഫസ്റ്റ് കോളത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 1 എന്ന് പറഞ്ഞ ആ ഒരു ടേം വേണ്ട അല്ലേ. ഇനി 2 2 വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? സെക്കൻഡ് ടീമായിട്ട് തന്നെ മാച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ വരാൻ പോസിബിലിറ്റി ഏതാണുള്ളത്? 2 3 ആണുള്ളത് അല്ലേ. അപ്പോൾ
2-3, 2-4, 2-5, 2-6, 2-7, 2-8 ആ ഒരു ഫോർമാറ്റിൽ വരും. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 3-4, 3-5, 3-6, 3-7, 3-8, 3-7 ആണ് കേട്ടോ, മാറിപ്പോയതാണ് അവിടെ. ആ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് നമ്മൾ സ്റ്റെയർ കേസ് ഫോർമാറ്റിലെത്തും. ലാസ്റ്റ് 7, 8 എന്നുള്ളതാവും. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസ് മെത്തേഡ് ത്രൂ ഫിക്സ്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ മെത്തേഡ് ഓഫ് ഡിസൈഡിങ് വിന്നേഴ്സ് ഇൻ ലീഗ് ടൂർണമെൻറ്റിൽ എങ്ങനെയാണ് ഏത് ടീമാണ് വിൻ ചെയ്തതെന്നുള്ളത് നമ്മൾ ഡിക്ലൈൻ ചെയ്യാം. ഓരോ ടീം മാച്ചിലും ജയിക്കുന്ന ടീംസിന് 2 പോയിന്റ് കൊടുക്കും. അതുപോലെ ഡ്രോ ആണ്, 2 ടീം ഒരേപോലെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് വെച്ച് കൊടുക്കും. ഏറ്റവും ഹയസ്റ്റ് ടോട്ടൽ പോയിന്റ് സ്കോർ ചെയ്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, വിന്നേഴ്സായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത് കേട്ടോ. ഇനി റൗണ്ട് റോബിൻ, അതായത് ലീഗ് ടൂർണമെൻറ്റിൻ്റെ മെറിറ്റും ഡിമെറിറ്റും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിക്സ്ചേഴ്സ് പറഞ്ഞ പോർഷൻസ് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.